നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ടപ്പ്. കോഴിക്കോട് നാദാപുരം സ്വദേശി ദുബായിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. ഇയങ്കോട് മണിയോത്ത് അഹമ്മദാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. ഒമാനിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന മലയാളി നാട്ടിൽ നിര്യാതനായി. തൃശൂർ കേലഴി ചങ്ങരത്ത് വീട്ടിൽ മോഹൻദാസ് ആണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. 30 വർഷത്തിലധികം സൂറിൽ പ്രവാസിയായിരുന്നു ഇദ്ദേഹം. കല, സാംസ്കാരിക, സാമൂഹ്യ, വിദ്യാഭ്യാസ മേഖലയിലെ നിറസാന്നിധ്യമായിരുന്നു. 2036 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാൻ ഖത്തർ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ബിഡ് സമർപ്പിച്ചു. ഒളിമ്പിക്സും പാരാലിമ്പിക്സും നടത്താൻ താൽപര്യമറിയിച്ച് ഔദ്യോഗികമായി അപേക്ഷ നൽകിയാണ് ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചത്. ഒളിമ്പിക്സ് മത്സര ഇനങ്ങൾ നടത്താൻ 95% സൗകര്യങ്ങൾ ഖത്തറിലുണ്ടെന്നും അത് 100%-ത്തിലെത്തിക്കാൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതായും QOC പ്രസിഡന്റ് ഷെയ്ഖ് ജോആൻ ബിൻ ഹമദ് അൽ താനി വ്യക്തമാക്കി. വലിയ അളവിൽ മദ്യശേഖരവുമായി 2 ഇന്ത്യൻ പ്രവാസി തൊഴിലാളികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വലിയാത്തിലാണ് സംഭവം. 15,380 കുപ്പി മദ്യമാണ് കംപ്ലയൻസ് ആൻഡ് റിസ്ക് അസസ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തതെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. താമസ കെട്ടിടത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇവ കണ്ടെത്തിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾ നൽകാത്തതിനെ തുടർന്ന് ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സീബ് വിലായത്തിലെ മബേല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ 300 വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. വിപണി നിയന്ത്രണവും ഉപഭോക്തൃ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുള്ള തുടർ ശ്രമങ്ങളുടെ ഭാഗമായി മന്ത്രാലയം നടത്തിയ പരിശോധനാ ക്യാമ്പയിനെ തുടർന്നാണ് നടപടി. മന്ത്രാലയത്തിന്റെ പരിശോധനാ വകുപ്പാണ് നടപടികൾ സ്വീകരിച്ചത്. കുവൈറ്റ് സിറ്റിയിൽ വിവിധ കമ്പനികളിൽ നിന്ന് കൈക്കൂലി വാങ്ങി വൻ അഴിമതി നടത്തിയ സഹകരണ സംഘം പിടിയിൽ. സഹകരണ സംഘങ്ങളുടെ യൂണിയൻ അംഗങ്ങൾ, ഡോക്ടർ ബോർഡ് അംഗം, വാണിജ്യ കമ്പനികൾ, ബ്രോക്കർമാരും ജീവനക്കാരും ഉൾപ്പെടുന്ന വൻ സംഘമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിടിയിലായത്. കമ്പനികളിൽ നിന്ന് കൈക്കൂലി സ്വീകരിച്ച് ചട്ടങ്ങൾ ലംഘിച്ച് സഹകരണ സംഘങ്ങൾക്കുള്ളിൽ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനും മുൻഗണന നൽകുന്നതിനും ഇവർ പങ്കാളികളായിരുന്നു. ദുബായ് പ്രോപ്പർട്ടി വിപണിയിൽ ആദ്യമായി ഒരു പാദത്തിൽ വീടുകളുടെ വിൽപ്പന 50,000 കവിഞ്ഞു. നൈറ്റ് ഫ്രാങ്കിന്റെ കണക്കുകൾ പ്രകാരം 2025 രണ്ടാം പാദത്തിൽ ആകെ 51,000 റെസിഡൻഷ്യൽ ഡീലുകൾ നടന്നു. ഈ വിൽപ്പനകളിൽ വലിയൊരു പങ്കും അന്തിമ ഉപയോക്താക്കളെ ഉൾപ്പെടുത്തും. ഈ മാസമാദ്യം ആരംഭിക്കുന്ന ആദ്യ വീട് സംരംഭത്തിലൂടെ വരും മാസങ്ങളിൽ കൂടുതൽ ഡിമാൻഡുകൾ സൃഷ്ടിക്കുമെന്ന് ദുബായ് പ്രതീക്ഷിക്കുന്നു. ഹെൻലി പാസ്പോർട്ട് സൂചികയുടെ 2025 മിഡ് ഇയർ റിപ്പോർട്ട് പ്രകാരം അറബ് ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് UAE പേരിലാണ്. ആഗോളതലത്തിൽ 8ാം സ്ഥാനത്താണ്. ഒരു അറബ് രാഷ്ട്രം ഇതുവരെ നേടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ആഗോള മൊബിലിറ്റി റാങ്കിംഗ് ആണിത്. UAE പാസ്പോർട്ട് 183 സ്ഥലങ്ങളിലേക്ക് വിസ ഫ്രീ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ ആക്സസ് വാഗ്ദാനം ചെയ്യുന്നു. ഇത് രാജ്യത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന നയതന്ത്ര വ്യാപ്തിക്കും തുറന്നതും മുൻകൈയെടുക്കുന്നതുമായ വിദേശ നയത്തിന്റെയും തെളിവാണ്. അബുദാബിയിൽ മലയാളി വനിതാ ഡോക്ടർ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ. കണ്ണൂർ തളാപ്പ് സ്വദേശി ഡോക്ടർ ധനലക്ഷ്മിയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി മുസസഫ് ഷാബിയിലുള്ള താമസ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ബനിയാസ് മോർച്ചറിയിലേക്ക് മാറ്റി. മുസഫ ലൈഫ് കെയർ ഹോസ്പിറ്റൽ ദന്ത ഡോക്ടറായിരുന്നു. ഭർത്താവ് സുജിത്ത് നാട്ടിലാണ്. മക്കളില്ല. കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമസ്ഥനായിരുന്ന പരേതനായ നാരായണന്റെയും ചന്ദ്രമതിയുടെയും മകളാണ്. സഹോദരങ്ങൾ ആനന്ദകൃഷ്ണൻ, ശിവറാം, ഡോക്ടർ സീതാലക്ഷ്മി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നടപടികൾ പുരോഗമിക്കുന്നു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.